നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ മദ്ദയിലാണ്. ഇവിടുത്തെ ഈ ഒരു ഫാം ഏരിയയും ഇതിനോട് ചേർന്ന് തന്നെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം പോലെയുള്ള വാദിയൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ വാദിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഫാമിൻ്റെ നടുക്കായിട്ട് വലിയ 2-3 ആൽമരം കാണാൻ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മുന്നത്തെ വർഷമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ വലിയ ആൽമരം ഇപ്പം എന്തായാലും മുറിച്ചിട്ടേക്കുവാണോ അതോ വീണിട്ട് മുറിച്ചതാണോ എന്നറിയില്ല. എന്തായാലും സംഭവം ഇപ്പം വീണ് കിടക്കുവാണ്. പിന്നെ ഈ സമ്മർ സമയത്ത് ഇതൊന്നും എൻജോയ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവ് ട്രൈ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഈ മലനിരകളിലൂടെയൊക്കെ നൈറ്റ് ഡ്രൈവ് പോയിട്ട് ഒമാൻ ബോർഡർ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ മെയിനായിട്ട് ഈ ബാർബിക്യൂ ഗ്രില്ല്, പിന്നെ നമ്മുടെ കോണ്, പിന്നെന്താണ് പാനിപൂരി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഈ കാണുന്ന ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കുറേ അധികം ഹട്ടുകൾ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നൈറ്റ് ഡ്രൈവ് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ, മട്ടൻ, സീ ഫുഡ് ഗ്രില്ലൊക്കെ കിട്ടും. പക്ഷേ ഇതിനോടൊപ്പം ഒരു ചട്നി, നമ്മുടെ പുളി കൊണ്ടുള്ള ഒരു ചട്നി വരാറുണ്ട്. അത് അവർ സെർവ് ചെയ്യണമെന്ന് ചോദിക്കും. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് തരാൻ പറയുന്നത് നല്ലതായിരിക്കും. ഇതിനോടൊപ്പം ഫുള്ള് മിക്സ് ചെയ്താണ് തരാം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. നല്ല പുളിയാണ് അതിന്. പിന്നെ ഒമാനാണെങ്കിൽ നമുക്ക് UAE നിന്ന് ഇവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പാസ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒമാൻ ബോർഡർ കഴിഞ്ഞാൽ ഉടനെ തന്നെ റോമിങ്ങിലാവും. അതുകൊണ്ട് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഫാമിലേക്ക് അല്ലെങ്കിൽ വാദിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മദ്ദ വാദി അല്ലെങ്കിൽ മദ്ദ ബനിയൻ ട്രീ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് പോയാൽ മതിയാവും.